പേജിന്റെ ബാക്കി എടുക്കാം അല്ലേ? ഓക്കെ, ആർ യു റെഡി? സെറ റോസ് GK ക്ക് എത്ര മാർക്ക് ഉണ്ട് മോളെ സെറ? അറിയില്ല. മാർക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല? നോ? അൺമ്യൂട്ട് ചെയ്യും മോളെ. കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം സെറ, വളരെ കുറവാണ് മാർക്ക്. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കണം. GK വളരെ എന്താണ്, സിമ്പിൾ ആണ്. ഏറ്റവും സിമ്പിൾ മെത്തേഡിലുമായിരുന്നു നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നത്. ഗൂഗിൾ ഫോമിലാണ് GKയുടെ എക്സാം ഉണ്ടായിരുന്നത് അല്ലേ? ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. സെറ മാർക്ക് വളരെ കുറവാണ്, ഏറ്റവും ബിലോ ആണ്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ അതങ്ങനെ നോക്കാം അല്ലേ? സീക്രട്ട് ഏജന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് എവിടെ വരെയാ പറഞ്ഞത്? ഫോർത്ത് വൺ പറഞ്ഞോ? ഫോർത്ത് വൺ വരെയാണോ നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ നമുക്ക് ആദ്യം തൊട്ട് പറയാം അല്ലേ? ഇൻ എ കോഡ് ലാംഗ്വേജ് BAD is written as 214 and big is written as 297. How will dig be written? 497 അല്ലേ? നമ്മളത് പറഞ്ഞു 497 497. And second one, in another code language cat is DBU and rat is SBDL. What will hair be? Hair be IBSF അല്ലേ? നമ്മൾ എഴുതിയില്ലേ? അത്രയും കംപ്ലീറ്റ് ചെയ്തില്ലേ? Okay, then if notebook paper and table wood, then tire is rubber അല്ലേ? റബ്ബർ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്കിൽ എന്താണ്? പേപ്പർ ആണ്. ടേബിളിന് എന്താണ്? വുഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടയറിൽ റബ്ബർ ആണ്. ഓക്കെ, റബ്ബർ ആണ് അതിന്റെ മെറ്റീരിയൽ അല്ലേ? അത് എന്ത് മെറ്റീരിയൽ ആണ് എന്നാണല്ലേ? നോട്ട്ബുക്കിലാണെങ്കിൽ പേപ്പർ ആണ് അതിന്റെ മെറ്റീരിയൽ. വുഡ് ടേബിൾ ആണെങ്കിൽ വുഡൻ ആണ് അല്ലേ? ആൻഡ് ടയർ ഈസ് റബ്ബർ. ഓക്കെ, ദെൻ സെബ പേജ് നമ്പർ 236 ക്ലാസ്സിൽ ആബ്സെന്റ് ആകുന്നതുകൊണ്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ ഏതാണ് പേജ് നമ്പർ ഏതാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? If A is equal to 1, B is equal to 2, C is equal to 3 and so on, what will be the sum total of ball? നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, സം ടോട്ടൽ ഓഫ് ബോൾ ഈസ് ഈക്വൽ എത്രയാണ് അൽന? സം ടോട്ടൽ ഓഫ് ബോൾ 27 അല്ലേ? അതായത് A എന്ന് വെച്ചാൽ 1 ആണ്, B എന്ന് വെച്ചാൽ 2, C 3. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. D 4, E 5, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അങ്ങനെയാണെങ്കിൽ ബോൾ എന്നാൽ അതിന്റെ സം ടോട്ടൽ എത്രയാണ്? B എന്ന് വെച്ചാൽ 2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 2 പ്ലസ് A എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പൊ 2 പ്ലസ് 3. ബാക്കി എന്താണ്? L എത്രാമത്തെയാണ് വരിക? 24 ആണല്ലേ വരിക. 24 ആണോ 25 ആണോ? 24 ആണല്ലേ? അപ്പോ എന്താണ്? 24 plus 3 is equal to 27. അങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. Then fifth one, if butt is equal to tub and nip is equal to pin, then tar is equal to, അതായത് butt എന്നുള്ളതിനെ നേരെ vice versa ചെയ്തതാണ് അല്ലേ? നെക്സ്റ്റ് tub and nip, നിപ്പിന് എന്താണ്? NIP എന്നുള്ളത് PIN എഴുതിയപ്പോ പിൻ ആയി. അപ്പോ ടാർ TAR എന്നുള്ളതിനെ എന്തെഴുതും? നേരെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് റാറ്റ് എന്ന് എഴുതും അല്ലേ? RAT റാറ്റ്. TAR എന്നുള്ളതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയ RAT റാറ്റ് എന്നാണ് വരിക. ഓക്കെ, റാറ്റ് RAT റാറ്റ്. ഓക്കെ, സിക്സ്ത് വൺ, ഇഫ് A is equal to 5 അല്ലേ? എക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ 5 ആണ്. B എന്താണ്? 10 ആണ്. C എന്നുള്ളതോ 15 ആണ് അല്ലേ? A is equal to 5, B is equal to 10, C is equal to 15. അങ്ങനെയാണെങ്കിൽ and so on, what will be the sum total of find? Find എന്നുള്ളതിന്റെ
സം ടോട്ടൽ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് എ 5, ബി 10, സി 15, അപ്പൊ ഡി എന്താ വരിക? 20 അല്ലേ? 20. അതായത് 5 5 ആണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. എ എന്ന് വെച്ചാൽ 5 എന്ന് പറഞ്ഞു, ബിന്റെ വാല്യൂ 10 ആണ്, സിന്റെ വാല്യൂ 15 ആണ്, ഡി 20, ഇ എത്രയാണ്? 25, എഫ് എത്രയാണ്? 30 വരും അല്ലേ? അപ്പൊ ഫൈൻഡ് എന്നുള്ളതിന്റെ ഫസ്റ്റ് വേർഡ് എന്താണ്? 30 വരുമ്പോ 30 പ്ലസ് 30 പ്ലസ് 30. എഫ് ഐ എന്ന്, ഐ എത്രയാണ്? ഐന്റെ വാല്യൂ വരിക എന്നുള്ളതാണ്. എഫ് ജി 35, ഐ എന്ത് വരും? 40 വരും അല്ലെ? 40. അപ്പൊ എന്ത് ചെയ്യാ? 30 പ്ലസ് 40 പ്ലസ് എൻ പ്ലസ് ഡി, അതിന്റെ വാല്യൂ ആണ് കൂട്ടേണ്ടത്. എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? എങ്ങനെയാണ് മോളെ അൽന? എത്രയാണ് ആൻസർ വരിക? 165. 165 ആണ് ആൻസർ. മനസ്സിലായോ? 165. അപ്പൊ ഏതൊക്കെ നമ്പേഴ്സ് ആണ് കൂട്ടിയതെന്ന് പറയും മോളെ അൽന? 30 പ്ലസ് 30 plus 40 plus n plus എന്നിന്റെ വാല്യൂ എത്രയാണ് മോളെ? ഐ 40 വന്നു, ഐ 40, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, ഐ 40 ആണ്, ജെ 45, കെ 50 അല്ലേ? എൽ എത്രയാണ്? 55, എം 60, then എൻ 65 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സ് ഒക്കെ കൂട്ടാണ് ചെയ്യേണ്ടത്. ആ നമ്പേഴ്സ് ഒക്കെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ സം ടോട്ടൽ 165 ആണ് കിട്ടുക. നിങ്ങൾക്ക് അതിന്റെ മെത്തേഡ് മനസ്സിലായോ? മെത്തേഡ് മനസ്സിലായോ എങ്ങനെയാണ് എന്നുള്ളത്? അതായത് എ എന്ന് വെച്ചാൽ 5 ആണ്, ബി 10 ആണ്, സി 15 ആണ്, ഡി 20, ഇ 25, എഫ് 30. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് വരും. അപ്പൊ എഫ് ഐ എൻ ഡി എന്ന് പറയുമ്പോൾ എഫ് 30 വരും, ഐ 40 വരും, എൻ 65 വരും അല്ലേ? ഡി എത്ര വരും? എ ബി സി ഡി 20 വരും. അപ്പൊ ഇതൊക്കെ പ്ലസ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെയാണ് 165 കിട്ടുക. എന്താണ് മോനെ അശ്വിൻ? അശ്വിൻ കട്ടായി പോയോ അശ്വിൻ? ഓക്കെ, മനസ്സിലായോ? ആർക്കെങ്കിലും ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാകാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഉണ്ടോ? കൃപ കിട്ടിയോ മോളെ? കൃപ, ആദിദേവ് മനസ്സിലായി മോനെ? ആദിദേവ് ഓക്കെ. ശ്രീദേവ് is it clear? ഓക്കെ. ക്രിസ്റ്റിസിൻഡോ മനസ്സിലാകാത്തത് ഇത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാ എന്താണെന്ന്. അശ്വിൻ എന്താണ് മോനെ? അശ്വിൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേ. അശ്വിൻ മനസ്സിലായോ? അശ്വിൻ ഇതെങ്ങനെയാണെന്ന്? ആദ്യത്തെ നാടകം കിട്ടിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ അശ്വിൻ ഉണ്ടായിരുന്നില്ലേ മോനെ? ഓക്കെ, ലിസൺ. ആദ്യത്തേത് എന്താണ്? ഇൻ എ കോഡ് ലാംഗ്വേജ് ബി എ ഡി is written as 214 ആണ് അല്ലേ? അപ്പം ബി എ ഡി എന്ന് വെച്ചാൽ ബി രണ്ടാമത്തെ ലെറ്റർ ആണ് ആൽഫബറ്റിക്സില്, എ ആദ്യത്തെ ലെറ്റർ ആണ്, ഡി നാലാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ബി 2, എ 1, ഡി 4, അങ്ങനെ ആണ് അത് 214 വരിക. അപ്പൊ അതിനെ എന്താണ്? 214 എന്നുള്ളതിനാണ് എന്താണ്? ബി ഐ ഡി എന്നുള്ളതിന് 214 എന്ന് എഴുതും, ബിഗ് എന്നുള്ളതിന് 297 എന്ന് എഴുതും, ഡി ഐ ജി അല്ലേ? ഡി നാലാമത്തെയാണ്, ഐ 9th ലെറ്റർ ആണ് ആൽഫബറ്റില്, പിന്നെ ജി 7th ലെറ്റർ ആണ്. അത് അങ്ങനെയാണ് അതിനെ 4, 9, 7 എന്ന് എഴുതുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു കോഡ് ലാംഗ്വേജ് CAT is DBU, കാരണം ഓരോ ലെറ്റേഴ്സിനും ശേഷമുള്ള ലെറ്റേഴ്സ് ആണ് എഴുതുന്നത് അല്ലേ? സി കഴിഞ്ഞിട്ടാണ് ഡി വരിക, എ കഴിഞ്ഞിട്ടാണ് ബി വരിക,
ടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ യു ആണ്. അതുകൊണ്ടാണ് CAT എന്നുള്ളതിനെ DBU എന്ന് എഴുതുന്നത്. ഓക്കെ, അതുപോലെ റാക്ക് എന്നുള്ളതിന് R കഴിഞ്ഞിട്ട് S ആണ്. അപ്പൊ S, A കഴിഞ്ഞ് B ആണ്, C കഴിഞ്ഞ് D, K കഴിഞ്ഞ് L. അതുകൊണ്ടാണ് അതിനെ SBDL എന്ന് എഴുതുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ നിന്നാൽ എന്താണ്, നമുക്ക് ഇതിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇത് മെത്തേഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ഈ ക്ലാസ്സിലും തുടങ്ങുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്തു, പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതേ മെത്തേഡിൽ ഓരോന്നും ഫില്ല് ചെയ്ത് വരിക. അശ്വിന് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അശ്വിൻ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞ യൂട്യൂബ് ക്ലാസ് കാണുക. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ആബ്സെന്റ് ആയാൽ നിർബന്ധമായും എന്ത് ചെയ്യണം, യൂട്യൂബ് ക്ലാസ് കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തതെന്ന് മനസ്സിലാവൂ. ഇതൊക്കെ കുറച്ച് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളുമാണ് അല്ലേ? ഇപ്പൊ അൽനയ്ക്കൊക്കെ പെട്ടെന്ന് അതിന്റെ ട്രിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസിയാണ്. വലിയ കണക്കുകളോ ഒന്നുമല്ല, അത് പെട്ടെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ആ വേർഡ് പസിലും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, then അതിന്റെ 6th ആൻസർ 165 ആണ്. ഓക്കെ, 165. അതായത് ഈ ലെറ്റേഴ്സിന്റെ ഒക്കെ നമ്പർ വാല്യൂ കൂട്ടിയിട്ടാണ് 165 കിട്ടുന്നത്. then in still another code language, വേറൊരു കോഡ് ലാംഗ്വേജിൽ ROT എന്നുള്ളതിനെ QNNS എന്ന് എഴുതും. അതായത് ROT എന്നുള്ളതിനെ QNS എന്ന് എഴുതും. ഫൂൾ എന്നുള്ളതിനെ ENNK എന്ന് എഴുതും. അപ്പൊ ഗ്രോ എന്നുള്ളതിനെ എന്തെഴുതും എന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രോ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, അപ്പം ROT എന്താണ്? ROT അതിനെ QNS എന്ന് എഴുതും. ആർക്കെങ്കിലും മനസ്സിലായോ അതെന്താണെന്ന്? ഓക്കെ, അൽന പറയാം. വേറെ ആർക്കെങ്കിലും അറിയോ? ഓക്കെ, കൃപ മേരി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. പറയൂ. കൃപ പറയുമോളെ. എന്താണ് മോളെ, പറയൂ വേഗം. മനസ്സിലായില്ലെന്ന് പറ. മനസ്സിലായില്ല മിസ്സേ. മനസ്സിലായില്ല. ഏതാണ് മനസ്സിലാവാത്തത്? ഏഴാമത്തെ. ഓക്കെ, പിന്നെ എന്തിനാണ് തമ്പ് കാണിച്ചത് മോളെ? ഏഴാമത്തെ ആർക്കെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോ കൃപ എന്ത് ചെയ്തു? തമ്പ് ചെയ്തു. അതുകൊണ്ടാണ് മിസ് കൃപയോട് ചോദിച്ചത് എന്താണ് ആൻസർ എന്ന്. ഓക്കെ ഓക്കെ അൽന. ഓക്കെ, ഗ്രോയിന്റെ ജിന്റെ മുന്നേ വരുന്ന അക്ഷരവും ആറിന്റെ മുന്നേ വരുന്ന അക്ഷരവും ഓയിന്റെ മുന്നേ വരുന്ന അക്ഷരവും ഡബ്ല്യുവിന്റെ മുന്നേ വരുന്ന അക്ഷരവും എഴുതാൻ. അതായത് ROT എന്ന് പറഞ്ഞാൽ അതിനെ QNS ROT ഈസ് ഈക്വൽ ടു QNS. അതായത് ഈ ROT എന്നുള്ളതിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും പ്രീവിയസ് ആയിട്ടുള്ള ലെറ്റർ ആണ് എഴുതുന്നത്. അതായത് ആറിന് മുമ്പേ ഉള്ളതാണ് ഏതാണ്? Q. PQR ആണ് അല്ലേ? JKLMNO PQR അല്ലേ? അപ്പോ ആറിന് മുമ്പേ ഉള്ള ലെറ്റർ ഏതാണ്? Q ആണ്. പിന്നെ ഓന്റെ മുന്നേ ഉള്ള ലെറ്റർ ഏതാണ്? N ആണ്. ടിക്ക് തൊട്ട് മുമ്പിലുള്ള പ്രീവിയസ് ലെറ്റർ ഏതാണ്? S ആണ്. അപ്പോ ROT എന്നുള്ളതിനെ അതുകൊണ്ടാണ് QNS എന്ന് എഴുതുന്നത്. ROT ഈസ് ഈക്വൽ ടു QNS. ഫൂൾ അല്ലേ? നെക്സ്റ്റ് വേർഡ് ഫൂൾ ആണ്. ഫൂൾ എന്നുള്ളതിനെ ENNK എന്നാണ് എഴുതുക. അതായത് എഫിന് തൊട്ട് മുമ്പേ ഉള്ള ലെറ്റർ ആണ് E അല്ലേ? മനസ്സിലായോ? ഇറ്റ്സ് ക്ലിയർ? ABCDEF അല്ലേ? അപ്പൊ എഫിന് തൊട്ട് മുമ്പേ ഉള്ള ലെറ്റർ ആണ് E. പിന്നെ വരുന്നത് ഡബിൾ O ആണ്. ഓക്ക് തൊട്ട് മുമ്പേ N ആണ് ഉള്ളത്.
JKLMNO ആണല്ലേ. ഓക്ക് തൊട്ട് മുമ്പ് ഏതാണ് ലെറ്റർ? N ആണുള്ളത്. അതുകൊണ്ടാണ് ഈ N വന്നു. L എന്നുള്ള ലെറ്ററിന് ആൽഫബറ്റിക്സിൽ L എന്നുള്ള ലെറ്ററിന് തൊട്ട് മുമ്പിലുള്ളത് ഏതാണ്? K ആണ്. JKL ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഫൂൾ എന്നുള്ളതിനെ ENNK എന്ന് എഴുതുന്നത്. Then next ആണ് ഗ്രോ. ഗ്രോ എന്നുള്ള വേർഡിനെ അങ്ങനെയാണെങ്കിൽ ഇതേ കോഡ് ലാംഗ്വേജിലാണെങ്കിൽ ഗ്രോ എന്നുള്ള ലെറ്ററിനെ നമ്മൾ എന്തെഴുതും എന്നാണ് ചോദിക്കുന്നത്. എന്താണ് എഴുതുക ഷെഫി? FQNV. FQNV, റൈറ്റ്. FQNV എന്നാണ് എഴുതുക. അതായത് ഗ്രോ എന്നുള്ള വേർഡിൽ G എന്ന ലെറ്ററിന് തൊട്ട് മുമ്പിലുള്ളത് F ആണ് അല്ലേ. ABCDEF G ആണ് നെക്സ്റ്റ് അല്ലേ. Then R ന് തൊട്ട് മുമ്പേ Q ആണ്. N-ന് തൊട്ട് മുമ്പേ O ആണ്. V എന്നുള്ള ലെറ്ററിന് മുമ്പേ W ആണ് അല്ലേ. ഓക്കെ, TUVW അല്ലേ. V കഴിഞ്ഞിട്ടാണ് W വരുന്നത്. അതുകൊണ്ടാണ് ഗ്രോ എന്നുള്ളതിനെ FQNV എന്ന് എഴുതുന്നത്. Is it clear? Okay. Kruba, is it clear? Okay. Okay. Devanjana, where are you? Devanjana, is it clear മോളെ? Clear? Okay. Adidev, Shridev, Aaron, clear? Okay. Okay. Ebin Biju, എഴുതുന്നില്ലേ മോനെ? Ebin. Okay. Ashin, is it clear now? Ashin. Ashin, can you hear me? Is it clear? Agnes. Agnes കിട്ടിയില്ലേ മോളെ എങ്ങനെയാണെന്ന്? Agnes. No? Agnes. No. Not clear? No. Listen here. 7th ഏതാണ് മനസ്സിലാത്തത് മോളെ ആഗ്നസ്? ആഗ്നസ് അൺമ്യൂട്ട് ചെയ്യൂ ആഗ്നസ്. 7th അതായത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക മോളെ ആഗ്നസ്. നമ്മൾ ഇപ്പോ ഒരുപാട് തവണ പറഞ്ഞില്ലേ മോളെ ആഗ്നസ്. അതായത് ROT എന്നുള്ളതിനെ QNS എന്ന് നമ്മൾ എഴുതുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്? പ്രീവിയസ് ലെറ്റേഴ്സ് ആണ് എഴുതുന്നത്. അതായത് R എന്നുള്ള ലെറ്ററിന് തൊട്ട് മുമ്പിലുള്ള ലെറ്റർ ഏതാണ് മോളെ? ആൽഫബറ്റിക്സിൽ R-ന് തൊട്ട് മുമ്പ് ഏത് ലെറ്റർ ആണ് മോളെ? ആഗ്നസ്, why are you unmute your audio? എന്താണ് മോളെ മ്യൂട്ട് ചെയ്യാൻ ഇത്ര തിരക്ക് ആഗ്നസ്? അതൊന്ന് അൺമ്യൂട്ട് ചെയ്യൂ. Q. ഓക്കെ. O എന്നുള്ള ലെറ്ററിന് തൊട്ട് മുമ്പിൽ ഏതാണ്? N. So S എന്നുള്ളതിന് തൊട്ട് മുമ്പ് ഏതാണ്? S എന്നുള്ളതിന് തൊട്ട് മുമ്പിൽ ഏതാണ്? ഓക്കെ, R. അപ്പോ ഏതാണ്? ROT. ഓക്കെ, അതായത് ലിസൺ. R എന്നുള്ള അക്ഷരത്തിന് തൊട്ട് മുമ്പിലുള്ളത് Q ആണ്. അതുകൊണ്ടാണ് R എന്നുള്ളതിനെ ഇപ്പുറത്തേക്ക് കോഡ് ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ Q എന്ന് വരുന്നത്. പിന്നെ O എന്നുള്ള ലെറ്ററിന് തൊട്ട് മുമ്പിൽ N ആണുള്ളത് അല്ലേ. JKLMNO. N കഴിഞ്ഞിട്ടാണ് O വരുന്നത്. പിന്നെ ഏതാണ്? Tക്ക് തൊട്ട് മുമ്പ് ഏതാണ്? PQRST ആണ്, S ആണ്. ഓക്കെ, അപ്പോ ഓരോ ലെറ്റേഴ്സിനും തൊട്ട് മുമ്പേ വരുന്ന അതിന്റെ പ്രീവിയസ് ലെറ്റേഴ്സ് ആണ് കോഡ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളത്. അപ്പോ ROT എന്നുള്ളതിന് R-നും O-യ്ക്കും T-യുടെയും മുമ്പിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് എഴുതിയിട്ടുള്ളത്. Is it clear? അതായത് മുൻപേ വരുന്ന ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. മനസ്സിലായോ മോളെ? അങ്ങനെയാണ്
ഫൂൾ എന്നുള്ളതിന് ENNK എന്ന് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഫൈൻഡ് എന്നുള്ളതിന്റെ എന്താണ് കോഡ് ലാംഗ്വേജ് എന്താണ് മോളെ? FIND, ഫൈൻഡ്. ഈ 4 ലെറ്റേഴ്സിനും മുമ്പേ വരുന്ന ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫൈൻഡ് എന്നുള്ളതിന് സോറി ഐ എം റിയലി സോറി. അങ്ങനെയാണെങ്കിൽ ഗ്രോ എന്നുള്ള ലെറ്റേഴ്സിന് എങ്ങനെയാണ് കോഡ് ലാംഗ്വേജിൽ എഴുതുക? ഗ്രോ എന്നുള്ളതിന് GROW. ഈ ലെറ്റേഴ്സിനൊക്കെ മുൻപേ വരുന്ന ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജിക്ക് മുമ്പേ വരുന്ന ലെറ്റർ, ആറിന് മുമ്പേ വരുന്ന ലെറ്റർ, ഓയുടെ മുമ്പേ വരുന്ന ലെറ്റർ, ഡബ്ല്യുവിന്റെ മുമ്പേ വരുന്ന ലെറ്റർ, ഇതാണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതുക ആഗ്നസ്? ജിയുടെ തൊട്ട് മുമ്പിൽ ഏത് ലെറ്റർ ആണ്? എഫ്. ഓക്കെ. ആറിന് തൊട്ട് മുമ്പിൽ ഏതാണ് ലെറ്റർ? Q. ഓക്കെ. അപ്പോ GR എന്നുള്ളതിനെ FQ എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ക്ലിയർ ആയോ മോളെ ആഗ്നസ്? GR എന്നുള്ളതിനെ FQ എന്ന് എഴുതി. പിന്നെ OW എന്നുള്ളതിനെ NV എന്നും എഴുതി. അങ്ങനെ ഗ്രോ എന്നുള്ളതിനെ FQNV എന്ന് എഴുതാം. മനസ്സിലായോ മോളെ? ഇതിന്റെ മെത്തേഡ് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഓരോ കോഡ് ലാംഗ്വേജിനും ഓരോരോ മെത്തേഡ്സ് ഉണ്ട്. അപ്പോ എന്താണ് GROW എന്നുള്ളതിനെ FQNV എന്ന് എഴുതി. ഈസ് ക്ലിയർ ആയോ ആഗ്നസ്? ഓക്കെ. അപ്പോ നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ മോളെ ആഗ്നസ്, എന്താണ് പറയുന്നതെന്ന്. ഓക്കെ, ഓരോന്നിനും ഓരോരോ മെത്തേഡ് ആണ് ഉള്ളത്. അത് ഏതാണ് മെത്തേഡ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അടുത്തത് സിമ്പിൾ ആണ്. ഇഫ് സി ഈസ് ഈക്വൽ ടു ഐസ് ആൻഡ് സ്മെൽ ഈസ് ടു നോസ് അല്ലേ? കാണുക എന്നുള്ളത് എന്താണ്? ഐസ് ആണല്ലേ? കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുക. ഓക്കെ, കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുക. പിന്നെ സ്മെൽ എന്താണ്? എങ്ങനെയാണ് നമ്മൾ സ്മെൽ ചെയ്യുക? നോസ് കൊണ്ടാണ് അല്ലേ? ദെൻ ഫീൽ, നമ്മൾ എവിടം കൊണ്ടാണ് ഫീൽ ചെയ്യുക ഓരോ കാര്യങ്ങളും? ഓക്കെ, എബിൻ ബിജു പറയുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. എബിൻ. ഓക്കെ, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. സ്കിൻ ആണ് കേട്ടോ. സ്കിൻ, അതായത് ഐസ് കൊണ്ട് നമ്മൾ കാണുന്നു, മൂക്കുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, മൂക്കുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്മെല് ചെയ്യുന്നത്. ദെൻ ഫീൽ ചെയ്യുന്നത് സ്കിന്നിലാണ് അല്ലേ? നമ്മൾ സ്കിന്നിൽ തൊടുമ്പോഴാണ് അല്ലെങ്കിൽ സ്കിന്നിൽ മുട്ടുമ്പോഴാണ് നമുക്ക് അത് ഫീൽ ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഷെഫി മനസ്സിലായില്ലേ മോളെ? ഷെഫി, ഓക്കെ. ആരോൺ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ ആരോൺ? ക്ലിയർ? Okay. Then next one, 9th one. If Dhokla, Gujarat and Sandesh, West Bengal, then Dal Bati, Churma. എവിടെയാണ് എന്നാണ്. ഓക്കെ, അതെന്താണെന്ന് മനസ്സിലായോ? അതെന്തൊക്കെയാണെന്ന്? ധോക്ല ഗുജറാത്തിലാണ്, സന്ദേശ് വെസ്റ്റ് ബംഗാളിലാണ്, ധാൽബാട്ടി ചൂർമ എവിടെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദിദേവ്. രാജസ്ഥാൻ അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ധോക്ല, സന്ദേശ് എന്നൊക്കെ പറഞ്ഞത് എന്താണ് മോനെ? രാജസ്ഥാൻ എന്നുള്ള ആൻസർ എങ്ങനെയാ കിട്ടിയത് ആദിദേവ്? അതെന്താണ് സംഭവം?
ദാൽ ബാട്ടി ചൂർമ എന്താണ്? അറിയില്ല. ധോക്ല എന്താണ്? ധോക്ല പിന്നെ എങ്ങനെയാണ് രാജസ്ഥാൻ എന്നുള്ള ആൻസർ കിട്ടിയത് ആദിദേവ്? ഇല്ല. ഓക്കെ, അപ്പോ ഇതൊക്കെ എന്താണെന്ന് ഇതാരാണ്? ഷെഫി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഫുഡ്. ഇതൊക്കെ ഫുഡാണ് കേട്ടോ മോനെ ആദി. ഇത് എന്താണ്? ഫുഡാണ്. അതായത് ഓരോ സ്ഥലങ്ങളിലുള്ള ഫുഡാണ് ഇത്. അതായത് ധോക്ല എന്ന് പറയുന്നത് ഗുജറാത്തിലുള്ള ഒരു റീജിയണൽ ഫുഡാണ്. ഗുജറാത്തിന്റെ ഒരു റീജിയണൽ ഫുഡാണ് ധോക്ല. ആൻഡ് സന്ദേശ് ഈസ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, സന്ദേശ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലുള്ള അവരുടെ മെയിൻ ഫുഡാണ് അത്, സന്ദേശ്. ഓക്കെ, ദെൻ ദാൽ ബാട്ടി ചൂർമ എന്താണ്? രാജസ്ഥാനിലുള്ള ഫുഡാണ്. ദാൽ ബാട്ടി ചൂർമ ഏത് റീജിയൻ ഫുഡാണ് എന്നുള്ളതാണ്. ഇഫ് ധോക്ല ഈസ് ഈക്വൽ ടു ഗുജറാത്ത് ആൻഡ് സന്ദേശ് വെസ്റ്റ് ബംഗാളിലാണ് ആൻഡ് ദാൽ ബാട്ടി ചൂർമ രാജസ്ഥാനിന്റെ ഫുഡാണ് കേട്ടോ. ഇത് ഫുഡ് ഐറ്റംസ് ആണ്. ഓക്കെ, നമ്മുടെ ദോശ, ഇഡ്ലി, ചപ്പാത്തി ഒക്കെ പോലെ അവരുടെ ഫുഡാണ് അല്ലേ? കേൾക്കുമ്പോ എന്താണ്? ഫുഡാണെന്ന് തോന്നുന്നില്ല അല്ലേ? ധോക്ല, സന്ദേശ് എന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് വേറെന്തോ പോലെയാണ് തോന്നുന്നത് അല്ലേ? അത് ഫുഡാണെന്ന് നമുക്ക് അറിയുന്നില്ല. നമ്മുടെ ദോശ, സാമ്പാർ, ഇഡ്ലി എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ടൈപ്സ് റീജിയണൽ ഫുഡാണ് അത്. ഓക്കെ, ക്ലിയർ? ദേവാഞ്ജന കിട്ടിയില്ലേ മോളെ? ഓക്കെ, ക്ലിയർ. അപ്പോ ആദ്യത്തെ തൊട്ട് ഞാനൊന്ന് പറയാം. ഫില്ല് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നത് ഫില്ല് ചെയ്യുക കേട്ടോ അശ്വിൻ. Number 1, if in a code language BAD is written as 214 and BIC is written as 297, how will D be written? That the answer is 497. 497. Then in another code language, cat is DBU and rat is FBDL. What will hat be? Adinte answer IBSF. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതുക. ഓക്കെ, then if notebook is to paper and table is to wood, then tire is to rubber. Okay, tire is to rubber. എന്താണ്? നോട്ട്ബുക്കിൽ എന്താണ്? പേപ്പർ ആണ്. ടേബിൾ എന്താണ്? അതിന്റെ മെറ്റീരിയൽ വുഡൻ ആണ്. ആൻഡ് ടയർ എന്താണ്? റബ്ബർ ആണ്. ടയർ എന്താണ്? റബ്ബർ ആണ്. then if but is equal to tub and nip is equal to pin, then tar is equal to rat. നേരെ vice versa, opposite തിരിച്ചെഴുതുന്നതാണ്. but എന്നുള്ളതിനെ തിരിച്ചെഴുതുമ്പോൾ but എന്നുള്ളതിനെ എഴുതുമ്പോൾ tub എന്ന് വരും. ഓക്കെ, if A is equal to 5, B is equal to 10, C is equal to 15 and so on, what will be the sum total of find? Find എന്നുള്ളതിന്റെ sum total എന്താണ്? 165 ആണ് അല്ലേ? അതായത് നിങ്ങൾ നോക്കാം, A എന്നുള്ളതിന് 5 എന്ന് നോട്ട് ചെയ്തു, അതിന് 5 എന്ന് വാല്യൂ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ B എന്നുള്ളതിന് 10 എന്ന് വാല്യൂ കൊടുത്തു, C എന്നുള്ളതിന് 15 കൊടുക്കും, D എന്നുള്ളതിന് 20 കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എന്നുള്ളതിന്റെ സം ടോട്ടൽ എത്രയാണ്? 165 ആണ് ആൻസർ. In still another code language, ROT is QNS and fool is ENNK. What will grow be? അങ്ങനെയാണെങ്കിൽ grow എന്നുള്ളതിനെ എന്തെഴുതും? അതായത് ഓരോന്നിനും മുൻപേ ഉള്ള ലെറ്റേഴ്സ് ആണ് കോഡ് ലാംഗ്വേജിലേക്ക് എഴുതുമ്പോൾ എഴുതുന്നത്. ROT എന്നുള്ളതിന് ആറിന് മുമ്പേ Q ആണ് വരിക. ഓടെ മുമ്പിലുള്ള പ്രീവിയസ് ലെറ്റർ ഏതാണ്? N ആണ്. ടീന്റെ പ്രീവിയസ് S ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ROT എന്നുള്ളതിനെ QNS എന്നെഴുതും. ഫൂൾ എന്നുള്ളതിനെ ENNK എന്നെഴുതും. വാട്ട് വിൽ ഗ്രോ ബി? ഗ്രോ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഈസ് FQNV. ഓക്കെ,
ഓക്കെ, അപ്പോ പിന്നെ എന്താണ് നാലാമത്തെ നമ്മൾ ഇപ്പൊ പറയുമ്പോ വിട്ടുപോയി നോക്കാം. ഇഫ് എ അല്ല താങ്ക്സ്, ഇഫ് എ ഈസ് ഈക്വൽ ടു 1 അല്ലേ, എ എന്നുള്ളതിനെ നമ്മൾ 1 എന്ന് എഴുതും, ബി എന്നുള്ളതിനെ 2 എന്ന് എഴുതും, സി എന്നുള്ളതിനെ 3 എന്ന് എഴുതും. അതങ്ങനെ സോ ഓൺ അല്ലേ. സോ ഓൺ എന്ന് വെച്ചാൽ എന്താണ്, അതങ്ങനെ തുടർന്ന് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ സം ടോട്ടൽ ഓഫ് ബോൾ, ബോൾ എന്നുള്ളതിന്റെ സം ടോട്ടൽ എങ്ങനെയാണ്? അപ്പൊ ബി എന്നുള്ളത് എത്രയാണ്? ബിക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 2 ആണ്, എക്ക് കൊടുത്തിട്ടുള്ള വാല്യൂ അപ്പൊ 3 ആണ് അല്ലേ. അപ്പൊ ഈ രണ്ടും ഒന്നും കൂട്ടിയാൽ എന്താണ് ടോട്ടൽ 3 കിട്ടും നമുക്ക് അല്ലേ. എക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ 1 ആണ്, ബിക്ക് കൊടുത്തിരിക്കുന്ന വാല്യൂ 2 ആണ്. അപ്പൊ എ പ്ലസ് ബി എന്ന് നമ്മൾ കൂട്ടിയാൽ 3 കിട്ടും. അപ്പൊ സിക്ക് എത്ര കൊടുത്തിട്ടുണ്ട്? 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂട്ടേണ്ടത് എല്ലിന്റെ ഇതാണ്. എല്ല് ഇതിൽ എത്രാമത്തെ ലെറ്റർ ആണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ അല്ലേ. അപ്പോ അത് നമ്മൾ കൂട്ടുക. ആ നമ്പേഴ്സിന്റെ ഒക്കെ വാല്യൂ തമ്മിൽ കൂട്ടിയാൽ 27 കിട്ടും. ഓക്കെ, ക്ലിയർ? ദെൻ നമ്മൾ പറയാൻ പോകുന്നത് 8th വൺ. ഇഫ് സി ഈസ് ഈക്വൽ ടു ഐസ്, സി എന്ന് പറയുന്നതിനെ എന്താണ് കാണുന്നതിന് നമ്മൾ ഐസ് ആണ് ഉപയോഗിക്കാതെ സിമ്പിൾ ആണ് അല്ലേ. ദെൻ സ്മെല് ചെയ്യാൻ നോസ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫീൽ ചെയ്യാൻ വേണ്ടി എന്താണ്? ഫാത്തിമ മെഹഫൂസ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത മോളെ. സ്കിൻ എന്നുള്ളതാണ് ഫീൽ ചെയ്യാൻ വേണ്ടി, സ്കിന്നിനെയാണ് നമ്മൾ ഫാത്തിമ മെഹഫൂസ. ക്യാൻ യു ഹിയർ മീ? Okay, why are you off your video? Just a second. And last one, 9th. If Dokla, Gujarat, Sandesh, West Bengal, Dal Bati Churma, Rajasthan. Alle? Okay. Clear? Clear? Okay. Fatima Mefusa, unmute you mole. ക്രോസ് പാച്ച് ആണ്, പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വേർഡ് പസിൽ ആണ്. അപ്പൊ ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതിന്റെ ടെക്നിക്ക് കിട്ടാത്തവര് അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്